Hello everyone, once again welcome back to my channel. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, എന്താണ് സൈലയുടെ വെഡിങ് വീഡിയോ ഇല്ലെങ്കിൽ മെഹന്തി വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത, എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാവരും ബിസി ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ട് കല്യാണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊന്നല്ല, നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 28, അതായത് സൈലയുടെ മെഹന്തി ഡേയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ താടെ സ്കൂളിൽ പോയിട്ട് അതേപടി, ഓണം സെലിബ്രേഷൻ ആയിരുന്നു, അതേപടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വൈകിട്ട് സഹലായം കൊണ്ട് ഷിബിനാസിൽ റെഡി ആവാൻ പോകണം ഗൈസ്. അങ്ങനെ നാട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആലിയും അതിമോളും ഞാനും പോയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ഓണം സെലിബ്രേഷന്. പിന്നെ നമ്മൾ ഷിബിനാസിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഗൈസ്, ഞാൻ ഈ ഒരുക്കുന്ന സമയത്തില്ല. കാരണം എനിക്ക് അക്ഷയയിൽ പോകേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഫൈനൽ ലുക്കാണ് കണ്ടത്. പിന്നെ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ വന്നപ്പോൾ ഞാനും അസ്നായും സഹിലായും കൂടി ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ 3 പേര് നോക്കി, ഇതാണ് ഗൈസ് അസ്ന. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി ചേട്ടന്മാരുടെ പുറകെ പോയി എവിടോട്ടാണോ കൊണ്ടുവന്ന് ആർക്കറിയാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല പിക്കൊക്കെ ആയിരുന്നു. ഞങ്ങൾ അപ്പുറം നിന്ന് വല്ല ഡ്രസ്സൊക്കെ പിടിച്ചു കൊടുക്കുന്ന ടൈപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ദാണ്ടെ അവളുടെ സിംഗിൾ ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പോസൊക്കെ ആയിട്ട് സൈല നിൽക്കുന്നത് കണ്ടോ ഗൈസ്, നിങ്ങൾ കാണുക. ഞങ്ങളവിടെ നിന്ന് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എവിടെ സൈല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇയാളുടെ ബോഡി കുറച്ചും കൂടി നിൽക്കട്ടെ. എന്നിട്ട് ആ തോള് അവിടെ ചാരിയേ, എന്നിട്ട് ഇയാളുടെ ഫേസ് മാത്രം കൂടി തിരിയട്ടെ. ആ ഓക്കെ. എന്നിട്ട് അങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചോ, കയ്യിൽ അങ്ങനെ പിടിച്ചോ. നേരത്തെ പിടിച്ചോ. എവിടെ നോക്കിയാ? എന്നിട്ട് ഗൈസ്, നിങ്ങൾ ഇപ്പം കേട്ടത് ഞങ്ങളുടെ അലപ്ര കേട്ടവരുടെ അലപ്പാണ് ഗൈസ്. അതാണ് ഞങ്ങൾ ഗൈസ്. ഇതാണ് നമ്മുടെ അസ്മിൻ ബേബി. അപ്പോൾ നമ്മുടെ ഇർഫാമിയുടെ മോളാണ്. അപ്പോൾ സൈല വാവയൊക്കെ എടുത്തുകൊണ്ടിരിപ്പോട്ട് ഞാൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പിള്ളേരുടെ ഫോട്ടോ സെക്ഷൻ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാമെന്ന് ആ ക്യാമറ ചേട്ടന്മാർ പറഞ്ഞു. ഇതാണ് നമ്മുടെ കുഞ്ഞപ്പ, പെണ്ണിൻ്റെ വാപ്പ എന്നും പറയാം. അങ്ങനെ ഗൈസ് ഇവിടെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് വൈകിട്ട് നമ്മൾ തലേ ദിവസമായിട്ട് പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിൽ ഇരുന്ന് ഫോട്ടോ എടുപ്പ് തന്നെയാണ് പരിപാടി. എങ്ങനെ എത്ര ഫോട്ടോ മാക്സിമം എടുക്കാമെന്ന് നോക്കിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ തൊട്ട് കൊടുക്കൽ ചടങ്ങാണ് ഗൈസ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മറ്റേ വെറ്റ കയ്യിൽ വെച്ചിട്ട് മൈലാഞ്ചി തൊട്ടിട്ട് മധുരം വെച്ച് കൊടുക്കുന്നതാണ് നമ്മുടെ ചടങ്ങെന്ന് പറയുന്നത്. ആദ്യം പെണ്ണിൻ്റെ ഉമ്മായും വാപ്പായുമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദാണ്ടെ കുഞ്ഞപ്പായും കൊച്ചുമായും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ഓരോ പോസൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ ക്യാമറാമാൻമാർ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വാ.
നിങ്ങളിപ്പോൾ കാണുന്നത് വേറെ ആരെയല്ല, തൊട്ട് കൊടുക്കാൻ വെച്ച സാധനങ്ങൾ കട്ട് തിന്നുന്ന പെണ്ണിൻ്റെ ആങ്ങളെയാണ് ഗൈസ്. താണ്ടേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഓടിപ്പോവാണ് ഗൈസ് പാവം. ഇതാണ് നമ്മുടെ മൂത്താപ്പായും മൂത്തുമായും, നമ്മുടെ ഫാമിലിയിലെ കാരണവ കുടുംബം. പിന്നെ ദേ ഇവർ വലിയ കസിൻസ് എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മാറിക്ക്, ഇനി ഞങ്ങൾ ചെറിയ കസിൻസിൻ്റെ ഫോട്ടോ എടുപ്പ്. ഞാൻ പറഞ്ഞല്ലോ ക്യാമറാമാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം എത്ര ഫോട്ടോ കൂടുതൽ എടുക്കാമെന്ന് തന്നെ ആയിരിക്കും. അതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. അങ്ങനെ ദാണ്ടടാ ഇന്നത്തെ താരങ്ങൾ എത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ചെറുക്കൻ്റെ ഫാമിലി. അപ്പോൾ നമ്മുടെ തൊട്ടുകൊടുക്കൽ ചടങ്ങിന് ഇനി പ്രാധാന്യം വഹിക്കുന്നത് ഇവരായിരിക്കും. അപ്പോൾ ഇവർ ദാണ്ട ഒരു വലിയ ടൂറിസ്റ്റ് ബസ് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം മീമിയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ സൈലാടെ സാരിയും പൊക്കി നടക്കുകയാണ് ഗൈസ്. അത് വേറെ മീനിങ്ങിൽ എടുക്കരുത് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇവർ കുറേ ഹാമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബസ്സിലാണ് ഇവർ വന്നേക്കുന്നത്. എന്ത് ചെയ്യാൻ, നമ്മൾ ബസ് വരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറാമാൻമാർ ഇവർ വരുന്നതൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്കൊരു മിന്നാമിന്നി വെട്ടം നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇവർ ഫുള്ള് സമാധാനത്തിൻ്റെ കുറേ വെള്ളരിപ്രാവുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ ഡ്രസ് കോഡ് അതേപടി പാലിച്ച കുറേ പേരുണ്ട്. അതായത് നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ഇട്ടല്ല, വയലറ്റ് കളർ ഡ്രസ്സ്, പെണ്ണിൻ്റെ അതേ കളർ ഡ്രസ്സ് ഇട്ടത്. ഇതാണ് പെണ്ണിൻ്റെ നാത്തൂനും നാത്തൂൻ്റെ മോളും വരുന്നത്. ഫസ്റ്റ് തന്നെ ഇവരുടെ ഫോട്ടോ സെഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര്, ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ 3-4 സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ. അങ്ങനെ ഇവർ കയറിയിട്ട് ഇവരുടെ കയ്യിലും ഹാമ്പറും ഫ്ലവറും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നാളത്തേക്കുള്ള ഡ്രസ്സ് ഇവർ ഹാമ്പർ ബേസിലാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ സാധനങ്ങളും ഓരോ ഹാമ്പർ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഒരു ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടായിരുന്നു. ഞാൻ ഈ പരിപാടി അവസാനിക്കാൻ ഇരിക്കുകയാണ് ഗൈസ്. കാരണം നമ്മൾ അവസാനിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് അങ്ങോട്ട് പാകിക്കും. അതാണ് ഗൈസ് ഏറ്റവും നല്ല മൊമെൻ്റ്. ഈ മൈലാഞ്ചിക്ക് കൊണ്ടുവരുന്ന ഹാമ്പറൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ ഗൈസ്, അതാണ് ഗൈസ് സൂപ്പർ. ഞങ്ങളൊക്കെ കാട്ടി സന്തോഷം ഇങ്ങനെയുള്ള ഹാമ്പേഴ്സൊക്കെ കിട്ടുമ്പോഴത്തേക്കും സൈലാക്കാണ്. കാരണം അവളുടെ സാധനങ്ങളാണല്ലോ മെയിനായിട്ടും അതിനകത്തുള്ളത്. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്നിട്ട് ഇവളിങ്ങനെ ഇത് ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അവിടെ കൊണ്ടുവെക്കും ഇവിടെ കൊണ്ടുവെക്കും എന്നൊക്കെ പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം, അവിടെ വെക്കണം ഇവിടെ വെക്കണം എന്നൊക്കെ പറയാം. അപ്പോൾ എന്താ ഗൈസ് അതൊക്കെ ഒരു നല്ല രസമാണ്. നമ്മൾ കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ കുറേ ചിരിയൊക്കെ വരും. പിന്നെ ഇവരുടെ ഫോട്ടോസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. ട്രോളി ബാഗിനകത്തായിരുന്നു സൈലയുടെ വെഡ്ഡിങ് ഡ്രസ്സ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ ഹാമ്പേഴ്സ് ഉണ്ടായത്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ആ ഒരു റോസ് ഫ്ലവർ. അവൾ ഞാൻ കാണിച്ചു തരാം. ഈ പൂച്ചയുടെ താഴെ ഇരിക്കുന്ന കുട്ടിയെ കണ്ടോ, ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന റോസ് ഫ്ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അത് വെച്ചിട്ട് ഞാൻ ചന്നക്കം ഫോട്ടോ എടുത്തു. ഞാൻ അതിലൊരു ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഗൈസ്. ഫസ്റ്റ് നമ്മുടെ ചെക്കൻ്റെ പെങ്ങൾ അഥവാ സൈലയുടെ നാത്തൂനാണ് ഇവിടെ ആദ്യത്തെ ഹാമ്പർ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നെക്സ്റ്റ്. അങ്ങനെ ദാണ്ടേ അടുത്ത ഹാൻഡ് ഓവർ. ഇത് പെങ്ങടെ മോളാണ് ഗൈസ്, എനിക്ക് അത്രമാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതും സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഫോട്ടോ സെക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാമ്പർ കൊടുക്കുമ്പോൾ എത്ര ഫോട്ടോയാ. അങ്ങനെ ദാണ്ടേ അതും അവിടെ വെച്ചു. നെക്സ്റ്റ് എന്നിങ്ങനെ സൈല വിളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. ഒന്ന് തീരുമ്പോൾ അടുത്തത്, അടുത്തത് തീരുമ്പോൾ അടുത്തത്, അടുത്ത് തീരുമ്പോൾ അടുത്തത്, അങ്ങനെ സോറി ഗൈസ്, ചന്നക്കം മന്നക്കം ഹാമ്പേഴ്സ് വരാണ്. അടുത്തത് താണ്ടെ ഇതാന്ന് തോന്നുന്നു ചോക്ലേറ്റ് ബോക്സ്. അല്ല, ഇതല്ല, വേറൊരു സംഭവമാണ് ചോക്ലേറ്റ് ബോക്സ്. അപ്പോൾ അതും അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കുഞ്ഞി പിള്ളേരൊക്കെ നിൽപ്പുണ്ട് ഹാമ്പേഴ്സ് കൊടുക്കാൻ. ഞാൻ സൈലയുടെ ഹൈറ്റിൽ പിടിക്കുന്നതുകൊണ്ട് ആ പിള്ളേരെ കിട്ടുന്നില്ല ഗൈസ്. ഇത് അടുത്തത് ഇതിനകത്ത് ഫെറേറോ ഉണ്ടായിരുന്നു ഗൈസ്, അതും ഞങ്ങൾ തിന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മുടെ റോസ് ഫ്ലവർ ഉള്ള കുട്ടി, എനിക്ക് റോസ് ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അത് ഇത് കൊണ്ടുവന്നു, അതായത് നമ്മൾ കൊണ്ടുവന്ന സമയത്ത് മൊത്തം എൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു റോസ് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇത് സൈലയുടെ ചേട്ടത്തിയാണ്. അപ്പോൾ അടുത്ത ചേട്ടത്തിയും വന്ന് നിന്നിട്ട് ചേട്ടത്തി ട്രോളിയാണ് കൊടുത്തത് ഗൈസ്. അപ്പോൾ അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. സോറി ഗൈസ്, ട്രോളി അല്ല ടോളി. പിന്നെ ഫാമിലി സെക്ഷൻ ഫോട്ടോ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഇനി നമുക്ക് കല്യാണ വീഡിയോയുമായി കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ.